പ്രിയപ്പെട്ട കൂട്ടുകാരി, എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ? ഇങ്ങനെയൊരെഴുത്ത് നിന്നെ അത്ഭുതപ്പെടുത്തി അല്ലേ? ഇന്ന് ഒക്ടോബർ 9, ലോക തപാൽ ദിനം. നമ്മുടെ പ്രിയപ്പെട്ടവർ എത്ര ദൂരത്തായാലും അവരെ കാണാനും നേരിട്ടെന്ന പോലെ സംസാരിക്കാനും നമുക്ക് കഴിയുന്നു. എന്നാൽ പുറം നാട്ടിൽ പോയ തന്റെ പ്രിയപ്പെട്ടവരെ കാണാനോ അവരുടെ ശബ്ദം കേൾക്കാനോ കഴിയാത്ത തലമുറയുണ്ടായിരുന്നു. ഹൃദയമിടിപ്പുള്ള അക്ഷരങ്ങൾ കൊണ്ട് വർണ്ണിച്ച കത്തുകളായിരുന്നു അവരുടെ ഏക സന്ദേശവിനിമയ മാർഗം. ആ കത്തുകൾക്ക് യഥാർത്ഥത്തിൽ ജീവൻ നൽകിയത് തപാലുകളാണ്. 1874 സ്വിറ്റ്സർലാൻഡിന്റെ ബെർലിനിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് തപാൽ ദിനം ആചരിക്കുന്നത്. 1969 ടോക്കിയോവിൽ ചേർന്ന രാജ്യാന്തര തപാൽ യൂണിയന്റെ ആഹ്വാനപ്രകാരമാണ് തപാൽ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ ഒക്ടോബർ 5 മുതൽ ഒരു ആഴ്ച തപാൽ വാരമായും ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായും ആചരിക്കും. ആശയ വിനിമയവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ മാർഗമാണ് തപാൽ സംവിധാനം. ഈ സംവിധാനം നിലവിൽ വരുന്നതിനു മുമ്പ് ലോകത്തുണ്ടായിരുന്ന സന്ദേശവാഹകരുടെ വിശേഷങ്ങൾ കൗതുകരവും അത്ഭുതകരവുമാണ്. പ്രാവ്, തത്ത, മൈന, നായ, പൂച്ച, കുതിര തുടങ്ങി പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ സന്ദേശവാഹകരായിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി തപാൽ സംവിധാനം നടപ്പിൽ വരുത്തിയത് ഇംഗ്ലണ്ടിലാണ്. തപാൽ സ്റ്റാമ്പിൽ രാജ്യത്തിന്റെ പേര് ചേർക്കാത്ത ഏക രാജ്യവും ഇംഗ്ലണ്ട് തന്നെയാണ്. മഹത് വ്യക്തികൾ, ചരിത്ര സംഭവങ്ങൾ, സ്മാരകങ്ങൾ ഇതെല്ലാം സ്റ്റാമ്പിൽ ചിത്രമായി വരുന്നു. സ്റ്റാമ്പിനു പുറമെ സീലും അഡ്രസ്സും കവറിന് പുറത്ത് കാണാൻ കഴിയും. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ പോസ്റ്റ് ഓഫീസിന്റെ സീലും എഴുത്തെത്തുന്ന പോസ്റ്റ് ഓഫീസിന്റെ സീലും കവറിൽ കാണാം. സീലിൽ പോസ്റ്റ് ഓഫീസിന്റെ പേരും പിൻകോഡും കത്ത് അയച്ച ദിവസത്തെയും എത്തിച്ചേർന്ന ദിവസത്തെയും തീയതികളും കാണാം. അതുപോലെ തന്നെയാണ് മേൽവിലാസവും. കവറിന് വലതുവശത്തായി എഴുത്ത് ലഭിക്കേണ്ട വ്യക്തിയുടെ മേൽവിലാസവും ഇടതുഭാഗത്തോ പിറകിലോ ആയി അയക്കുന്ന ആളിന്റെ പേരും വിലാസവും എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? മേൽവിലാസത്തോടൊപ്പം പിൻകോഡും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പിൻ എന്നാൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഒരേ പേരിലുള്ള വ്യത്യസ്ത സ്ഥലങ്ങളും പ്രാദേശിക പേരിലുള്ള സ്ഥലനാമങ്ങളും ഒരു കാലത്ത് തപാൽ വിതരണത്തെ ബാധിച്ചിരുന്നു. ഇതിന് പരിഹാരമായാണത്രേ 1972 ആഗസ്റ്റ് 15 പിൻ സമ്പ്രദായം നിലവിൽ വന്നത്. പിൻ സമ്പ്രദായം എഴുത്തെത്തിക്കുന്നത് വേഗത്തിലും എളുപ്പത്തിലും ആക്കുന്നു. കത്തുകൾ അയക്കാൻ ഇൻലൻഡുകളും പോസ്റ്റ് കാർഡുകളും ഉപയോഗിക്കാറുണ്ട്. സന്ദേശം അയക്കാനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം പോസ്റ്റ് കാർഡുകളാണ്. നീ തപാൽ പെട്ടി കണ്ടിട്ടില്ലേ? മുകളിലത്തെ ദ്വാരത്തിലൂടെ നമുക്ക് അയക്കാനുള്ള കത്തുകൾ ബോക്സിൽ നിക്ഷേപിക്കാം. പെട്ടി തുറക്കാനുള്ള താക്കോൽ പോസ്റ്റ്മാന്റെ കൈവശമാണ്. പെട്ടിക്ക് പുറത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കൃത്യമായ സമയത്ത് മാത്രമേ പെട്ടി തുറന്ന് കത്ത് പുറത്തെടുക്കുകയുള്ളൂ. ആദ്യത്തെ തപാൽ പെട്ടിയുടെ നിറം പച്ചയായിരുന്നെങ്കിലും പിന്നീട് അത് ചുവപ്പായി. ചില രാജ്യങ്ങളിൽ തപാൽ പെട്ടിയുടെ നിറം മഞ്ഞയാണ്. ബെൽജിയം കാർ കുത്തുപണികളോട് കൂടിയ തപാൽ പെട്ടികളാണ് ഉപയോഗിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തപാൽ സംവിധാനമാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്. 1.5 ലക്ഷത്തിലേറെ പോസ്റ്റ് ഓഫീസുകളും ഏകദേശം 5.5 ലക്ഷത്തോളം ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് നമ്മുടെ ഇന്ത്യയിലാണ്. ഏകദേശം 15,000 അടി ഉയരത്തിലുള്ള ഈ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ഹിക്കിം എന്ന ഗ്രാമത്തിലാണ്. അതിശൈത്യമുണ്ടാക്കുന്ന കാലങ്ങളിൽ ഹിക്കിം പോസ്റ്റ് ഓഫീസ് അടക്കാറുണ്ട്. ലോകത്തിലെ ഏക ഒഴുകുന്ന പോസ്റ്റ് ഓഫീസും ഇന്ത്യയിലെ കാശ്മീരിലാണ്. ഈ പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ മ്യൂസിയമായും പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് തുറന്നത് കൽക്കട്ടയിലാണ്. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഭാരതീയർ മഹാത്മാഗാന്ധിയും
ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരുവുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളായ ലോർഡ് റോബർട്ട് ക്ലൈവിന്റെ കാലത്താണ് 1764 ഇന്ന് കാണുന്ന പോസ്റ്റൽ സമ്പ്രദായം നിലവിൽ വന്നത്. എങ്കിലും വളരെ പുരാതന കാലത്ത് തന്നെ സന്ദേശവാഹകർ മുഖേന കത്തുകൾ കൈമാറിയിരുന്ന ഒരു പൊതു സംവിധാനം നിലവിലുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം. അക്ബർ ചക്രവർത്തിയുടെ മുഗൾ ഭരണകാലത്ത് തപാൽ സർവീസുകാർ നിലനിന്നിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. ഇന്ത്യയിൽ ആധുനിക രീതിയിൽ തപാൽ വരുന്നതിനു മുമ്പ് കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളിൽ ശാസ്ത്രീയമായ തപാൽ സംവിധാനം ഉണ്ടായിരുന്നു. അഞ്ചൽ തപാൽ സന്ദേശവാഹകൻ അഥവാ ദൈവദൂതൻ എന്നർത്ഥം വരുന്ന ആഞ്ചലസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അഞ്ചൽ എന്ന പദം രൂപപ്പെട്ടത്. അഞ്ചൽ പെട്ടിയിൽ നിക്ഷേപിക്കുന്ന കത്തുകൾ അഞ്ചലാപ്പീസിൽ എത്തിച്ച് തരം തിരിച്ചതിനു ശേഷം അഞ്ചലോട്ടക്കാരനെയാണ് ഏൽപ്പിക്കുന്നത്. വഴിയിൽ നിശ്ചിത ദൂരത്തിലായി അഞ്ചലോട്ടക്കാർ നിൽക്കും. ഒരാൾ ഒരു നിശ്ചിത ദൂരം ഓടി സന്ദേശം അടുത്തയാൾക്ക് കൈമാറും. അവസാനം സന്ദേശം മേൽവിലാസക്കാരിലെത്തിക്കും. ഇതാണ് അഞ്ചൽ തപാൽ സംവിധാനം. അഞ്ചൽക്കാരന്റെ വേഷം കാക്കി നിക്കറും ഉടുപ്പും ചുവന്ന കരയുള്ള കാപ്പിത്തൊപ്പിയും ആയിരുന്നു. മണി കിട്ടിയ ചുവന്ന അരക്കച്ച അണിഞ്ഞ് തുകൽ സഞ്ചിയിൽ കത്തുകൾ നിറച്ച് പോകുന്ന അഞ്ചൽക്കാരന്റെ കയ്യിൽ ഒരു കുന്തവും ഉണ്ടാവും. നടക്കുകയാണോ ഓടുകയാണോ എന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ധൃതിയിലാണത്രേ അഞ്ചൽക്കാരൻ പോകുന്നത്. ഒറ്റയടിക്ക് ഒരുപാട് മൈലുകൾ താങ്ങേണ്ട അഞ്ചൽക്കാരന് വഴിയിലെ ആക്രമണം നേരിടാനാണത്രേ ഈ കുന്തം പിന്നീട് കൈപ്പിടിയുള്ള കരാരക്ക് വഴിമാറിയത്രേ. അഞ്ചൽക്കാരൻ ഓടുമ്പോൾ അരിയിലെ മണി കിലുങ്ങും. അത് കേട്ടാൽ ആളുകൾ വഴിമാറിക്കൊടുക്കണം എന്നാണത്രേ നിയമം. അതിനുശേഷം കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ബോട്ടുകളിലും വിമാനത്തിലുമൊക്കെയായി തപാൽ ഉരുപ്പടികളിലൂടെ സഞ്ചാരം. ഇപ്പോൾ ബസ്സുകളിലും മറ്റും എത്തുന്ന തപാൽ ഉരുപ്പടികൾ ബൈക്കുകളിലും സൈക്കിളുകളിലും സഞ്ചരിച്ചാണ് പോസ്റ്റ്മാൻ ജനങ്ങളിലെത്തുന്നത്. എഴുത്തുകളും മണി ഓർഡറുകളും പ്രിയപ്പെട്ടവരുടെ സമ്മാനങ്ങളുമായി എത്തുന്ന പോസ്റ്റ്മാന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരു തലമുറയുടെ ദിനചര്യ ഭാഗമായിരുന്നു. പോസ്റ്റ്മാന്റെ വരവിന് കാത്തു നിൽക്കാതെ രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുന്ന വീട്ടുകാരണവന്മാർ അവിടെ പോസ്റ്റ് മാൻ എത്തിയ തുകൽ സഞ്ചിയുടെ കെട്ടഴിച്ച് കത്തുകളിലെ മേൽവിലാസം നീട്ടി വായിക്കുമത്രേ. തങ്ങൾക്കായുള്ള കത്തുകൾ കൂട്ടത്തിലുണ്ടോ എന്നറിയാൻ ശ്രദ്ധയോടെ കാത്തിരിക്കും. ഒന്നുമില്ലെന്നറിഞ്ഞ് നിരാശപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങുന്നതുമെല്ലാം ഒരു വിഷാദ ചിത്രം പോലെ മനസ്സിൽ തെളിയുന്നു. ലോകത്തിന്റെ ഏതു ഭാഗത്തേക്കും കത്തുകൾ അയക്കാനുള്ള സാങ്കേതിക മികവ് നമ്മൾ കൈവരിച്ചെങ്കിലും മനസ്സിലുള്ളത് മുഴുവൻ കത്തിലേക്ക് പകർത്തി സ്നേഹത്തോടെ അയച്ചവർക്കും കത്തിനായുള്ള കാത്തിരിപ്പ് ആസ്വദിച്ചവർക്കും ഉൾമിഴിപ്പോടെ ഓരോ വിശേഷങ്ങളും വീണ്ടും വീണ്ടും വായിച്ചവർക്കും ഏതു കാലത്തും കത്ത് ഒരു മധുരമായ ഓർമ്മയാണ്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ സ്നേഹത്തോടെ നിന്റെ പ്രിയ സുഹൃത്ത് പ്രിൻസില.